നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് വിലയിട്ട RSS നേതാവിനെ തെറിവിളിച്ച് മലയാളികൾ. മധ്യപ്രദേശിലെ RSS പ്രമുഖ് ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയ്ക്ക് വിലയിട്ടത്. വാർത്ത പുറത്തുവന്ന മിനിറ്റുകൾക്കകം ചന്ദ്രാവത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മലയാളികളുടെ പൊങ്കാല തുടങ്ങി. ഡോക്ടർ കുന്ദൻ ചന്ദ്രാവത്ത് എന്ന അക്കൗണ്ടിൽ ചന്ദ്രാവത്തിന്റെ ഫോട്ടോയ്ക്കും പോസ്റ്റിനും കീഴിലാണ് മലയാളികളുടെ കൂട്ടപ്പൊങ്കാല. പിണറായി വിജയന്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തും തെറിവിളിച്ചുമാണ് മലയാളികൾ രോഷം തീർക്കുന്നത്. ചന്ദ്രാവത്തിനെയും സംഘികളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒക്കെ ചീത്ത വിളിക്കുന്നുണ്ട് മല്ലൂസ്. മലയാളത്തിൽ തന്നെയാണ് ഭൂരിഭാഗം കമന്റുകളും പോസ്റ്റുകളും. ചീത്ത വിളിച്ചാൽ മാത്രം പോരാ, എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ഇയാളുടെ അക്കൗണ്ട് പൂട്ടിക്കണമെന്നും ആഹ്വാനമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മലയാളികളുടെ കമന്റുകളും പ്രതികരണങ്ങളും. RSSകാരുടെ പേടി സ്വപ്നമാണ് പിണറായി. അതിനാലാണ് പിണറായിയുടെ തലയ്ക്ക് 1 കോടി പാരിതോഷികവും പ്രഖ്യാപിച്ച് സംഘികൾ ഇറങ്ങിയിരിക്കുന്നത്. പൊങ്കാല ഇട്ടവർ മാറി നിൽക്കണം, ഇടാത്തവർക്കൊക്കെ അവസരം നൽകുകയും വേണമെന്ന് ഒരാൾ. പിണറായി വിജയന്റെ തല പോയിട്ട് രോമത്തിൽ തൊടാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടോ സംഘികളെയെന്നും ചിലർ ചോദിക്കുന്നു. തല കൊയ്യാൻ ഇങ്ങ് പോരെ, വരുന്നവർക്ക് ചന്ദനത്തിരിയും കോടിമുണ്ടും സഖാക്കളുടെ വക ഉണ്ടാകുമെന്ന് മറ്റൊരു കമന്റ്. തല പോയിട്ട് ഒരു മുടിയെങ്കിലും പറിച്ചു കാണിച്ചാൽ 1 കോടി തരാമെന്നും ചിലർ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് പിണറായിയുടെ നിഴലിനെ പോലും പേടിയാണ്. ഇങ്ങനെയാണ് കമന്റുകൾ. ചന്ദ്രാവത്തിന്റെ ഒരൊറ്റ ഫോട്ടോയും പോസ്റ്റും വിടാതെയാണ് പൊങ്കാല. ഇതിനു പുറമെ ട്രോൾ ഗ്രൂപ്പുകളുടെ വക ചന്ദ്രാവത്തിന് ട്രോൾ അഭിഷേകവുമുണ്ട്. അതേസമയം തന്റെ തലയ്ക്ക് RSS വിലയിട്ടെന്ന നേതാവിന്റെ പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി ചിരിച്ചു തള്ളി. RSS പലരുടെയും തല കൊയ്തിട്ടുണ്ട്, എന്നാൽ അത് പേടിച്ച് സഞ്ചാരം മുടക്കാൻ താനില്ലെന്നും പിണറായി പ്രതികരിച്ചു. ഉജ്ജയിനിലെ RSS പ്രമുഖാണ് ഡോക്ടർ ചന്ദ്രാവത്ത്. പിണറായിയുടെ തലയെടുക്കുന്നവർക്ക് തന്റെ എല്ലാ സ്വത്തുക്കളും വിറ്റാണെങ്കിലും പാരിതോഷികം നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. പിണറായിയെ പോലുള്ള ഒരു രാജ്യദ്രോഹിക്ക് ഇന്ത്യയിൽ കഴിയാൻ അവകാശമില്ല. ഇങ്ങനെയായിരുന്നു കേരള മുഖ്യമന്ത്രിക്കെതിരെയുള്ള RSS നേതാവിന്റെ കൊലവിളി. തങ്ങളുടെ മുഖ്യമന്ത്രിയുടെ തലയറുക്കുമെന്ന് പ്രഖ്യാപിച്ച RSS നേതാവിനെ വെറുതെ വിടാൻ പറ്റുമോ? നേരെ പോയി ചന്ദ്രാവത്തിന്റെ അക്കൗണ്ടും കണ്ടുപിടിച്ച് പണി തുടങ്ങി മലയാളികൾ. ഏതായാലും ഈ വാർത്തയോടും മലയാളികളുടെ പൊങ്കാലയോടും ഒക്കെ നിങ്ങൾക്കും പ്രതികരിക്കാം. പൊങ്കാല ഇട്ടവരും ഇടാത്തവരും ഒക്കെ കമന്റ് ഇടാൻ മുന്നോട്ട് വരിക. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.